പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിൻ്റെ 19ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 132 പറയുന്നു, യഹോവേ, നിന്റെ ബലത്തിൻ്റെ പെട്ടകവുമായി നിന്റെ വിശ്രമ സ്ഥലത്തേക്ക് എഴുന്നള്ളേണമേ. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവസാന്നിധ്യനും ആയിരിക്കുമ്പോൾ തന്നെ തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നിസാരമായ നമ്മെ അവിടുന്ന് അളവറ്റ് സ്നേഹിക്കുന്നു എന്നത് ഏറ്റവും അതിശയകരമാണ്. ദൈവത്തിന് തൻ്റെ സകല സൃഷ്ടികളോടും കരുണ തോന്നുന്നുണ്ടെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും വ്യക്തമായി മനുഷ്യരെയാണ് ദൈവം ജീവൻ തന്ന് സ്നേഹിക്കുന്നത്. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാനിടയായി. നമ്മെ ഓമനിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും നമ്മെക്കുറിച്ച് വിചാരപ്പെടുകയും ചെയ്യുന്ന ദൈവസ്നേഹവും ആർദ്രതയും മനസ്സിലുമുള്ള നല്ല പിതാവായ ദൈവം നമ്മെ നടത്തുന്നു എന്നുള്ളത് എത്രയോ ആശ്ചര്യമാണ്. നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒരാൾ നമ്മെ ഉപദ്രവിക്കുമ്പോഴോ നമ്മുടെ ശത്രുക്കൾ നമ്മോട് ദോഷം ചെയ്യുമ്പോഴോ അല്ല, മറിച്ച് നാം ഏറ്റവും ആത്മാർത്ഥതയും പരമാർത്ഥവുമായി സ്നേഹിക്കുന്ന വ്യക്തി നമ്മോട് ക്രൂരമായി ഇടപെടുമ്പോഴും നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോഴുമാണ്. നമ്മുടെ സ്നേഹത്തിനും കരുതലിനും വില കൽപ്പിക്കാതെ നമ്മെ തള്ളിക്കളയുകയും തള്ളിപ്പറയുകയും അവഗണിച്ചും പോകുമ്പോഴും ഉണ്ടാകുന്ന വേദന വളരെ ആണ്. അതുപോലെ നമ്മെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ ജീവൻ മറുവിലയായി തന്ന് നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത നമ്മുടെ ആത്മമണവാളനായ കർത്താവിനെയും തള്ളിക്കളയുമ്പോൾ, ആ കർത്താവിൻ്റെ വാക്കുകൾ ധിക്കരിക്കുമ്പോൾ, നാം നന്ദികെട്ടവരായി തീരുമ്പോൾ നമ്മുടെ കർത്താവിന് എത്രയധികം വേദനയുണ്ടാകും. പാപത്തിൽ കിടന്ന് നമ്മെ പാപത്തെ ക്ഷമിച്ച് കുഴഞ്ഞ ചേറ്റുകളിൽ കിടന്ന് നമ്മെ നാശകരമായ കുഴികളിൽ കിടന്ന് നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് ആദരവ് തന്ന് അനുഗ്രഹിച്ച് നിർത്തുമ്പോൾ പിന്നെയും വ്യഭിചാരവും പാപവും മറ്റുള്ളവരോട് മനസ്സലിവില്ലാതെയും പ്രവർത്തിച്ചാൽ നമ്മുടെ കർത്താവ് എത്രത്തോളം വേദനിക്കുമെന്ന് ഒന്ന് നോക്കിയേ. കർത്താവ് നമ്മെ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയ സകലവും നൽകി തരികയും നമുക്ക് സ്ഥിരമായി പാർക്കുവാൻ ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വഴികാട്ടിയും ഉപദേഷ്ടാവും നല്ല ആലോചനക്കാരനും വെളിച്ചവുമായി എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നവനുമാണ്. ആമേൻ. നമ്മുടെ അനുസരണക്കേടും നന്ദിയില്ലായ്മയും നിമിത്തം നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ദൈവമക്കളെ, സർവജ്ഞാനിയും സർവശക്തനും സർവസാന്നിധ്യവുമായ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നതിനാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ പോലും ദൈവത്തിന് വ്യസനമുണ്ടാകുന്ന യാതൊന്നും ഉണ്ടാകുവാൻ ഇടവരരുത് എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത്. ഏതിൽ നിന്നും പുറത്തുപോയ മനുഷ്യൻ ഭൂമിയിൽ ഏറ്റവും വർദ്ധിച്ച് പെരുകയും ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം അവർ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരുന്നു. അവരുടെ ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളതെന്ന് ഗ്രഹിച്ചറിഞ്ഞ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് നിമിത്തം ദുഃഖിക്കുവാനിടയായി. ഇതുപോലെ തന്നെ ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവവൈതലേ, നിനക്ക് ഉയർച്ചയും നിനക്ക് പുകഴ്ചയും നിനക്ക് സമ്പത്തും നിനക്ക് ആരോഗ്യവും
ഉപജീവനവാതിലുകളും, ആമേൻ സ്തോത്രം, പാർക്കുവാൻ ഭവനങ്ങളും, ഉടുക്കുവാൻ വസ്ത്രങ്ങളും, സഞ്ചരിപ്പാൻ വാഹനവും എല്ലാം തന്നു നിന്നെ ആമേൻ ദേശത്തിൽ കൂട്ടുകാരിൽ പരമായി നിന്നെ ഉയർത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പാപം ചെയ്ത് മ്ലേച്ഛത ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് കൊടുക്കാതെ ഉപവാസവും പ്രാർത്ഥനയുമില്ലാതെ എന്തിനേറെ ജീവിതത്തിൽ പാപത്തെ വെടിഞ്ഞ് തിരുവത്താഴ ശുശ്രൂഷകളിൽ പങ്കാളികളായി അപ്പം നുറുക്കി ദൈവത്തെ ആരാധിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കാതെ നീ ദൈവത്തെ ഇനിയും ദുഃഖിപ്പിക്കരുത്. നിയമിച്ചത് തന്നെ ദൈവഹിതം അനുഷ്ഠിക്കാനും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേലിനെ നേരായ മാർഗത്തിൽ നടത്തേണ്ടതിനുമാണ് നമ്മെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ തൻ്റെ അധികാരം പണം സമ്പാദിക്കുന്നതിനും അധികാര ദുർവിനിയോഗത്തിനും ആക്കി ദൈവത്തെ കോപിപ്പിച്ചത് നിമിത്തം ദൈവത്തിന് ദുഃഖമായി തീരുവാനിടയായി. ആമേൻ ശൗലെന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്തു നിന്നും ആണ് ദൈവം തൻ്റെ ജനത്തെ ഇസ്രായേൽ ഇരുമ്പ് ചൂളയിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്നത്. ഇസ്രായേൽ യാതൊരു നിലയിലും ഉപജീവനത്തിനോ ജീവൻ നിലനിർത്തുന്നതിന് സാധ്യമല്ലാത്ത മരുഭൂമിയിൽ സുരക്ഷിതമായ കവചവും ദുഷ്ട മനുഷ്യരുടെ ഇടയിൽ നിന്നും ദൃഷ്ടാന്ന ഭോജനവും ദിനംതോറും ദൈവം ഒരുക്കി കൊടുത്തുകൊണ്ട് ദൈവത്തോട് ദൈവം നടത്തുവാനിടയായ ജനത്തെ. എന്നാൽ ദൈവത്തോട് നന്ദിയില്ലാത്ത ജനം പിറുപിറുത്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും അവരുടെ പിറുപിറുപ്പ് ദൈവത്തിന് ദുഃഖമായി. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം ദൈവത്തോട് മത്സരിച്ചു. ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം ദൈവത്തെ ദുഃഖിപ്പിച്ചു. എന്നാൽ തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ, തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പിന്നെയും പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ പിന്നെയും മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി തീർന്നുവെന്ന് ദൈവവചനം പറയുന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തുവെന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവവേദനയെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെയും നമുക്കും പ്രാർത്ഥിക്കാം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നാം വിവിധ കാരണങ്ങളാൽ നമ്മുടെ ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും നമ്മുടെ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈദ്യൻ്റെ ദൈവവൈദ്യനായി ദൈവം സ്തോത്രം ഹല്ലേലൂയ ഇനിയും ദൈവം മാറാത്ത നന്മകളെ സ്തോത്രം ഒരുക്കി തരുവാനിടെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധി ഈ പ്രഭാതം കരയാം. യോബ് ചെയ്തതുപോലെ. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്നു അനുതപിക്കുന്നു എന്ന് കരഞ്ഞതുപോലെ നമുക്കും ഈ പ്രഭാതം കരഞ്ഞു പറയുവാൻ കഴിയണം. യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയാൽ ദൈവത്തെ വേദനിപ്പിക്കുന്നത് ഓർത്ത് ഈ പ്രഭാതം നമുക്കും കരയാം. നമ്മെ ഇത്രത്തോളം കരുതുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നമ്മെ കാക്കുന്ന ദൈവം, നമ്മെ ഉയർത്തുന്ന ദൈവം ശാശ്വത മാർഗത്തിൽ നമ്മെ നടത്തുവാനിടയാകും. ആകയാൽ പ്രിയ ദൈവവേദിയിലെ ദൈവസന്നിധി നമുക്ക് മടങ്ങി വരാം. ബലത്തിൻ്റെ പെട്ടകം ഹല്ലേലൂയ നമ്മൾ ഈ പ്രഭാതം ഉളവാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആ പെട്ടകത്തിൻ്റെ ബലം നമ്മളിലുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ തകർത്തു കളയുവാൻ ഇടവരികയില്ല. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.